ലൂക്കയെ നോക്കി മൂന്നൻ വിളിച്ചു പറയുമ്പോൾ കാഴ്ചക്കാരായി നോക്കി നിന്നു കൽപ്പനയും ലാവണ്യയും ആയും. കാവ്യ ലൂക്കയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ഒത്തിരി വർഷങ്ങൾക്കിപ്പുറമാണ് തന്റെ ശരീരത്തെ ഒരാളിങ്ങനെ മുഖത്ത് നോക്കി ആക്ഷേപിക്കുന്നത്. ഫീനിക്സ് പക്ഷിയെ പോലെ ജീവിതത്തിൽ മുന്നേറിയപ്പോൾ ഇത്തരം കുത്തുവാക്കുകൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. പക്ഷേ വിജയം കൈവെള്ളയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോക പ്രശസ്തി കൈവരിച്ചാൽ പിന്നെ ഇങ്ങനെയൊന്ന് നേർക്കുനേർ വന്ന് പറയാൻ ഒരുത്തനും ധൈര്യം കാട്ടിയിട്ടില്ല. ലൂക്കയുടെ മുഖം വലിഞ്ഞു മുറുകി. കൈവീശി മുകുന്ദന്റെ മുഖത്തിന് നേരെ ഓങ്ങിയ നിമിഷം ആ കയ്യിൽ മുകുന്ദൻ പിടിമുറുക്കിക്കൊണ്ട് ലൂക്കയുടെ ശരീരത്തിലേക്ക് അമർന്നതും ലൂക്കയിലെ സ്ത്രീ അറപ്പോടെ പുറകിലേക്കൊന്ന് വേച്ചു പോയി. കാവ്യ കാലുയർത്തി മുകുന്ദന്റെ കാൽമുട്ടിൽ ആഞ്ഞു ചവിട്ടിയതും മുകുന്ദൻ കാലുമടങ്ങി നിലത്തേക്ക് വീണു. ഈ നിമിഷം ലൂക്കയുടെ കൈയും പിടിച്ച് കാവ്യ പുറത്തേക്ക് ഓടി. കാവിനകത്തു കൂടി ഓടിയ ഭദ്ര നേരെ ഇറങ്ങിച്ചെന്ന് പടിപ്പുരയുടെ അടുത്താണ്. ഉമ്മറത്ത് നിന്നവർ അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ദത്തൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഭദ്രയ്ക്ക് പുറകെ ഓടിക്കതച്ച് എത്തിയിരുന്നു. അയാളുടെ വിചാരം ഈ ചാറ്റൽ മഴ എല്ലാവരും അകത്തായിരിക്കുമെന്നാണ്. കാവിൽ നിർത്തിയ ബാബുവിനെ നോക്കി ദത്തൻ ഉറക്കെ അലറി, ബാബു പിടിയിടാളെ. മറ്റെന്തോ ചിന്തിച്ചിരുന്ന ബാബു കുടയും വലിച്ചെറിഞ്ഞ് ഭദ്രയ്ക്ക് നേരെ കുതിച്ചെന്നോ മുന്നിൽ കാണുന്ന കാഴ്ചയിൽ ബാബു മിനീരിറക്കിപ്പോയി. ആ സമയം തന്നെ കാവിനുള്ളിലൂടെ നിലയും മുറ്റത്തുകൂടി കാവ്യയും ലൂക്കയും പടിപ്പുരക്കടുത്തേക്ക് ഓടിയെത്തിയിരുന്നു. ദത്തൻ അപ്പോഴേക്ക് ഉൾവലിഞ്ഞുകൊണ്ട് ഉമ്മറ ലക്ഷ്യമാക്കി പതിയെ നടന്നു. തിരിഞ്ഞു നോക്കി നോക്കി പരിഭ്രാന്തിയോടെ ഓടിയ ഭദ്ര ശക്തമായി എന്തിനോ പോയി ഇടിച്ചു നിന്നു. ഒരു പിടപ്പോടെ ക്ഷീണിച്ച് നനഞ്ഞ കണ്ണുകൾ ഉയർത്തി അവർ നോക്കിയതും കണ്ടു. രണ്ട് വെള്ളാരം കണ്ണുകൾ തന്നെ ഉറ്റുനോക്കുന്നത്.